എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ പ്രതിയായ കോഴക്കേസിൽ പണം കൈമാറാൻ പരാതിക്കാരൻ അനീഷ് ബാബുവിന് പ്രതികൾ നൽകിയ അഡ്രസ്സുള്ള മുംബൈയിലെ സ്ഥാപനം പൂട്ടിയ നിലയിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് ഈ കമ്പനി വ്യാജമാണെന്ന് കണ്ടെത്തിയത്. കമ്പനിയുടെ ഉടമകളെന്ന് പ്രതികൾ പറഞ്ഞ ഒരാളെ ചോദ്യം ചെയ്തു. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. നിതിൻ, പറയൂ. ഗുഡ് മോർണിംഗ്. ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ വിജിലൻസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഒരാഴ്ചയാണ് മുംബൈയിലെ ഈ സ്ഥാപനത്തിലെത്തി വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഒരു കാര്യം വ്യക്തമായത് ഇതൊരു തട്ടിപ്പ് കമ്പനിയാണെന്ന് വ്യക്തമായി. കാരണം ഇത് പരിശോധനയ്ക്ക് എത്തിയ സമയത്ത് തന്നെ ഇത് പൂട്ടിയ നിലയിലായിരുന്നു. മാത്രമല്ല ഈ സ്ഥാപനത്തിൻ്റെ ഉടമയെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്ത് മനസ്സിലായത് ഇത്തരമൊരു സംഭവത്തിൻ്റെ വിശദാംശം തന്നെ ഉടമയ്ക്ക് അറിയില്ല. പക്ഷേ 50,000 രൂപയടക്കം ഈ അനീഷ് ബാബു എന്ന ഈ ഇ ഡി കേസിലെ പ്രതിയായ ആൾ ഈ സ്ഥാപനത്തിലേക്ക്, അതായത് ഈ കമ്പനിയിലേക്ക് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളെല്ലാം തന്നെ വിജിലൻസ് സംഘം ഇപ്പോൾ ഈ ഘട്ടത്തിൽ പരിശോധിച്ച് വരികയാണ്. എന്തായാലും കോടിക്കണക്കിന് രൂപ ഈ ഒരു ഇടപാട് ഈ അക്കൗണ്ടിൽ നടന്നതായിട്ടാണ് ഇപ്പോൾ വിജിലൻസ് സംഘത്തിന്റെ വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ തെളിവുകൾ, രഞ്ജിത്തിൽ നിന്നും ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച് പരമാവധി ഈ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്ന ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ വിജിലൻസ് സംഘം പോയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച് മാത്രമേ ഇ ഡി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടക്കുകയുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു 2 ലക്ഷം രൂപ കൈമാറാൻ ആവശ്യപ്പെട്ടു. അതിൽ തന്നെ 50,000 രൂപ ഈ അക്കൗണ്ടിലേക്കാണ് കൈമാറിയത്. ആ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ വിജിലൻസ് സംഘം അന്വേഷണം ആരംഭിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഇതൊരു തട്ടിപ്പ് കമ്പനിയാണോ എന്നൊരു സംശയം വിജിലൻസ് സംഘത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രതികളെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിച്ചമാണ് മുംബൈയിലെത്തി ആ സ്ഥാപനത്തിൽ പരിശോധന നടത്തിയത്. ഈ ഒരു അക്കൗണ്ട് കേന്ദ്രീകരിച്ച അന്വേഷണം എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ തുടരും. മാത്രമല്ല കോടിക്കണക്കിന് രൂപ ഇടപാട് നടന്നതെന്ന് പറയുമ്പോൾ ഇതിനു മുൻപും പ്രതികൾ ഇതേ അക്കൗണ്ട് വെച്ച് ഇടപാട് നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായി വിജിലൻസ് സംഘം അന്വേഷിക്കുന്നത്. നേരത്തെ ഇ ഡി ഉദ്യോഗസ്ഥനെ വൈകാതെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് വിജിലൻസ് സംഘം വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ചും ഈ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച് പരമാവധി ഡിജിറ്റൽ തെളിവ് ശേഖരിച്ചാകും വിജിലൻസ് സംഘത്തിന്റെ ഭാഗത്തും അത്തരമൊരു അന്വേഷണത്തിലേക്ക് പോവുക. അതിനു മുമ്പായിട്ടാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ വിജിലൻസ് സംഘം ഇപ്പോൾ ശേഖരിച്ചു വരുന്നത്. ഇന്നലെ വിജിലൻസ് സംഘം ഇ ഡി ഓഫീസിൽ നേരിട്ടെത്തി ഈ കേസ് ഫയലുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൈമാറാൻ നോട്ടീസ് നൽകിയിരുന്നു. വൈകാതെ ആ ഒരു വിവരം ഇ ഡി ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുമെന്നാണ് വിജിലൻസ് സംഘം പ്രതീക്ഷിക്കുന്നത്. SKN. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.